Hi dear friends, welcome back to our channel renuhoneyrose. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ സ്മൂത്തനിങ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യമുള്ള ഹെയർ, അതിനുശേഷം ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നതും. അപ്പോൾ ആഫ്റ്ററും ബിഫോറും ആണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഹെയറിലാണ് നമ്മുടെ ഇന്നത്തെ സ്മൂത്തനിങ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഷോർട്ട് ഹെയർ ആണ്. ഈ ഒരു ഷോർട്ട് ഹെയറിലാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ സ്മൂത്തനിങ് ചെയ്യുന്നത്. ശരിക്കും വെർജിൻ ആയിട്ടുള്ളൊരു ഹെയർ ആണ്. ഇതിൽ വേറെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ആളിൻ്റെ ഹെയർ ശരിക്കും തിക്നെസ് കുറവാണ്. അതുപോയിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് നന്നായിട്ടുണ്ട്. എൻഡെല്ലാം ഫുള്ള് ഡാമേജ്ഡ് ആണ്. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ള ഒരു ഹെയറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയറിലാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ സ്മൂത്തനിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാഷാണ് ഇവിടെ. ഫസ്റ്റ് വാഷിംഗ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒപ്റ്റി സ്മൂത്തിൻ്റെ ഷാമ്പു ഉപയോഗിച്ചുള്ള വാഷിംഗ് ആണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് വാഷിംഗ് കഴിഞ്ഞത്. അപ്പോൾ ഹെയറിൽ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് തന്നെയായിരിക്കണം നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അവർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാഷ് ചെയ്യാൻ നിൽക്കാറില്ല. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഏത് കമ്പനിയുടെ സാധനമാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഷാമ്പു നമുക്കതിൽ മസ്റ്റായിട്ടുണ്ടാകും. അപ്പോൾ ആ ഷാമ്പു യൂസ് ചെയ്ത് നമ്മൾ മസ്റ്റായിട്ട് വാഷ് ചെയ്തിരിക്കണം. എന്നതിന് ശേഷം വേണം നമ്മുടെ അടുത്ത പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രയർ ഉപയോഗിച്ച് ഡ്രയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഒരു 80-85% വരെ ഡ്രയർ ചെയ്തതിന് ശേഷം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡ്രയർ ചെയ്യുന്നത് ബ്ലോ ഡ്രൈ ഒന്ന് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡ്രയർ ചെയ്യുന്നത്. കാരണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴേക്കും ആ ബോണ്ടെല്ലാം നിവർന്ന് ഒരു സ്ട്രെയിറ്റ് ലുക്കിലേക്ക് വരും. എന്നതിന് ശേഷം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ ഏത് ഹെയർ ആയിരുന്നാലും, വേവി ഹെയർ ആയിരുന്നാലും അതല്ല നല്ല കേളി ഹെയർ ആയിരുന്നാലും ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രയർ ഉപയോഗിച്ചുള്ള ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ഇതാ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ട്രെയിറ്റ് ലുക്കായിട്ട് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രീം ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്റ്റി സ്മൂത്ത്, അതായത് മെട്രിക്സിൻ്റെ ഒപ്റ്റി സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ക്രീമാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രീമാണ് ഞാനിവിടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്രീം ആവശ്യത്തിന് ക്രീം എടുക്കുക. എടുത്തതിന് ശേഷം അത് ഇച്ചിരി അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്രീം എടുത്തതിന് ശേഷം ആ കൺസിസ്റ്റൻസി ഒന്ന് ലൂസ് ആക്കാനായിട്ട് നമ്മളൊന്ന് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി തന്നെ ആയിരിക്കണം നമ്മുടെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. കട്ടി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം വേണം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മുടെ റൂട്ടിൽ നിന്നും ഒരു 1 ഇഞ്ച് or 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മുടെ ഹെയറിൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്. ഈ ക്രീം ഒരിക്കലും നമ്മുടെ റൂട്ടിൽ ടച്ച് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റൂട്ടിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കാൽപ്പിൽ നിന്ന് ഹെയർ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ക്രീം ഒരു കാരണവശാലും അവരുടെ റൂട്ടിലേക്ക് ടച്ച് ആവാതെ തന്നെ ആയിരിക്കണം നമ്മുടെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്ന മെത്തേഡ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഞാൻ 2 ഫിംഗേഴ്സ് വെച്ചിട്ടുള്ള എമൽസിഫൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ചെയ്താൽ മാത്രമാണ് നന്നായിട്ട് ക്രീം നമ്മുടെ ഹെയറിലേക്ക് പെനട്രേറ്റ് ആകുന്നത്. അപ്പം നമ്മുടെ ക്രീം എത്രത്തോളം ആ ഹെയറിലേക്ക് പെനട്രേറ്റ് ആകുന്നു അത്രത്തോളം ആ ക്രീം നമ്മുടെ ഹെയറിൽ നന്നായിട്ട് വർക്കിംഗ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അയണിങ് നമുക്ക് കിട്ടുകയും ചെയ്യും.
ക്രീം ആപ്ലിക്കേഷൻ സ്പീഡായിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഹെയർ എന്ന് പറയുന്നത് ശരിക്കും തിൻ ഹെയർ ആണ്, ശരിക്കും തിക്ക് ഹെയർ അല്ല, തിൻ ഹെയർ ആണ്. അപ്പോൾ തിൻ ഹെയർ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവാനായിട്ട് ഈസിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്രീം ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതും. പിന്നെ ഫ്രണ്ടിലത്തെ പോർഷൻ ഞാൻ ബാക്കിലോട്ടാണ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് ബാക്കിലോട്ടാണ് ഇടുന്നത്. മുക്കാൽ ആൾക്കാരും ചെയ്യുന്നത് സൈഡിലേക്കാണ് ഇടുന്നത്, പക്ഷേ ഞാനിവിടെ ബാക്കിലോട്ടാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഹെയർ ശരിക്കും ഫ്ലാറ്റ് ആവാതെ നല്ലൊരു ബൗൺസി ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഒരു 20 to 25 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം വിഷ്വൽ ചെക്കപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ വാഷിംഗ് ചെയ്യേണ്ടത്. അപ്പം വാഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വാട്ടർ ഒന്ന് ഫുള്ള് ഹെയറിൽ ആക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ആ ക്രീം ഫുള്ള് ഇമ്മൽസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഹെയറിലോട്ട് പെനട്രേറ്റ് ആക്കി വേണം നമ്മൾ ഈ ക്രീം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഈ ക്രീം വാഷിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ക്രീം ഫുള്ളായിട്ട് നമ്മുടെ ഹെയറിൽ നിന്ന് പോകണം. അപ്പോൾ അത്രയ്ക്കും നന്നായിട്ടുള്ള വാഷിംഗ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ അത് വാഷിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നീട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇത് പലരും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇത് മാസ്ക് ഇട്ടതിൻ്റെ ഉപയോഗം എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഹെയർ മാസ്ക് എന്ന് പറയുന്നത് സ്മൂത്തിൻ്റെ തന്നെ ഹെയർ മാസ്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഹെയർ മാസ്ക് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഇമ്മൽസിഫൈ ചെയ്ത് കൊടുത്ത് അതും ഒരു 5 to 7 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത സ്മൂത്തിൻ്റെ മാസ്ക് എന്ന് പറയുന്നത്. അത് മെട്രിക്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാനൊരു 7 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യുന്നത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡ്രയർ ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രയർ ചെയ്യുക. ചെയ്തതിന് ശേഷം വേണം നമ്മുടെ അയണിങ് ചെയ്യേണ്ടത്. അപ്പം ഡ്രയർ ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രയർ ചെയ്യുമ്പോഴത്തേക്കും ചെയ്തതിന് ശേഷം വേണം അയൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാസ്ക് പലരും യൂസ് ചെയ്യാറില്ല. ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ ഹെയറിൽ നമ്മൾ സ്മൂത്തനിങ്ങിൻ്റെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മാസ്ക് ഇടാതെ വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരു ഡ്രൈനെസ് ഹെയറിലുണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കാനും നല്ല സ്മൂത്തായിട്ട് കിടക്കാനൊക്കെയാണ് നമ്മൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ അയണിങ് പകുതിയോളം ആയതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. വീഡിയോ എനിക്കത് ഓഫായി പോയായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ ഞാനിപ്പോൾ എടുക്കുന്ന ആ ഒരു രീതിയാണ് കാണിക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ അതായത് സൈഡിലോട്ടല്ല ഇടുന്നത്. ഞാൻ നേരത്തെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അയണിങ്ങും ഞാൻ ബാക്കിലോട്ടാണ് ചെയ്യുന്നത്. ഫ്ലാറ്റാക്കി വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ബൗൺസി ലുക്കിൽ അവർക്ക് ഹെയർ ഫ്രണ്ടിൽ കിടക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ലുക്കിൽ നമ്മൾ അയൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ചൊന്ന് ഹമ്പിങ് പോലെ അതായത് ബൗൺസി പോലെ നമുക്കൊന്ന് കിട്ടും. അത് ബാക്കിലോട്ട് തന്നെ ഹെയർ നന്നായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ അയൺ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ അയണിങ് കഴിഞ്ഞതിന് ശേഷം അതായത് ഫുൾ അയണിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം നമ്മളിതാ കണ്ട അത്രയ്ക്കും ഒരു ഷൈനിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് റിസൾട്ട് ഉറപ്പാണ്. കാരണം ഹെയറിന് പ്രത്യേകിച്ച് ഡാമേജ് വരില്ല. കാരണം ഹെയർ നമ്മൾ അല്ലെങ്കിൽ ഡ്രൈ ആയി അയൺ ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോകും. അപ്പോൾ ഈ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോകില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അയണിങ് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രലൈസറാണ്. അപ്പോൾ ന്യൂട്രലൈസർ നമ്മൾ മെട്രിക്സിൻ്റെ തന്നെയാണ്, അതിൻ്റെ ന്യൂട്രലൈസർ തന്നെയാണ്. അതും അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിൽ ഫുള്ള് നമ്മൾ ഓരോ ചെറിയ ചെറിയ ലെയറായിട്ട് എടുത്തതിന് ശേഷം വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്രീമും ഇത് തന്നെയാണ്. ഇത് നമ്മൾ ജസ്റ്റ് 10 മിനിറ്റ്സ് മാത്രമാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ക്രീം ആപ്ലിക്കേഷൻ ഫുള്ള് ഹെയറിൽ ഇട്ടതിന് ശേഷം 10 മിനിറ്റ്സ് ആണ് ആപ്ലിക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പം ഇതും ഫുൾ 10 മിനിറ്റ്സ് ആയതിനു ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം വാഷിംഗ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തത് പോലെ തന്നെയാണ് വാഷിംഗ് ചെയ്യുന്നത്. അതും വാഷ് ചെയ്ത് മാസ്ക് അപ്ലൈ ചെയ്യുക. അത് മസ്റ്റായിട്ട് മാസ്ക് നമ്മൾ ലാസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ
പ്രൊസീജിയർ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ മാസ്കും ഒരു 10 മിനിറ്റ്സ് വരെ നമ്മൾ അപ്ലൈ ചെയ്ത് ഇട്ടതിന് ശേഷം വേണം വാഷിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്രയർ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രയർ ചെയ്ത് നമ്മുടെ ഹെയറിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്മൂത്തനിങ്ങിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് ഇതാവും. അപ്പോൾ ആ ഹെയറിൻ്റെ ഒരു ഷൈനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിൻ്റേതായ കറക്റ്റ് പ്രൊസീജിയറിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടും. ചിലർ പറയാറുണ്ട് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡേയ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 ഡേയ്സ് കഴിയുമ്പോൾ അത് ചുരുണ്ട് പഴയ ലെവൽ പോലെ ആകുന്നുണ്ടെന്ന്. പക്ഷേ നമ്മുടെ അയണിങ് കറക്റ്റ് ആയിരിക്കണം. അയണിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കട്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ്. അപ്പോൾ ആഫ്റ്ററും ബിഫോറും ഫോട്ടോസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.